ഇവിടെ പ്രേക്ഷകരെ ഇന്ന് കോടതിയിൽ ഒന്നാമത്തെ പ്രതിയായ പൾസർ സുനി മുതൽ ഈ ആറാമത്തെ പ്രതി വരെ ഈ കേസിൻ്റെ വിധി വരുന്ന നിമിഷം വരെ വലിയ ടെൻഷനിലായിരുന്നു. അവിടെ നിന്നും വന്ന റിപ്പോർട്ടുകൾ നമ്മളോട് പറയുന്നത് വലിയ നിരാശപ്പെട്ട് തലകുനിച്ച് നിന്ന ഈ പൾസർ സുനി എന്ന സുനിൽകുമാറിന് ആശ്വാസകരവും ജീവൻ കിട്ടിയതുപോലെയുള്ള ഒരു വിധിയായിരുന്നു 20 വർഷം മാത്രം ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള കോടതി വിധി. അത് വരുന്ന സമയത്തേക്ക് അയാൾക്കൊരു പുതിയ ഊർജ്ജം കിട്ടുകയാണ്. അയാൾ ആ ശിക്ഷാവിധിയിൽ അയാൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ശിക്ഷാവിധി നോക്കൂ, പ്രതികൾ പോലും പ്രതീക്ഷിക്കാത്ത ആശ്വാസകരമായ ശിക്ഷാവിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റേപ്പിന്, പ്രത്യേകിച്ച് 376D പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഗ്യാങ് റേപ്പിന് പരമാവധി ശിക്ഷ ജീവപര്യന്തമാണെന്നിരിക്കെ അതിൽ ഏറ്റവും ചെറിയ ശിക്ഷയായ 20 വർഷം, ഗൂഢാലോചനയുണ്ട് ഈ കേസിൽ, അതിന് 20 വർഷം ജീവപര്യന്തം വിധിക്കാവുന്ന കേസാണ്. അതിലും ഏറ്റവും ലഘുവായ ശിക്ഷ 20 വർഷം വിധിച്ചു. IT ആക്ട് അനുസരിച്ചുള്ള ശിക്ഷകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട സ്വകാര്യ നഗ്നദൃശ്യങ്ങൾ എടുത്തതിനും അത് പ്രചരിപ്പിച്ചതിനുമുള്ള ദൃശ്യങ്ങളുണ്ട്. സ്ത്രീയെ അതിക്രമിച്ചു എന്നതിനുള്ള ശിക്ഷയുണ്ട്. ബലാത്കാരം നടത്തി എന്നതിനുള്ള ശിക്ഷയുണ്ട്. ഒപ്പം സ്ത്രീയെ അന്യായമായി തടങ്കൽ വെച്ചു എന്നതടക്കമുള്ള വകുപ്പുകളുമുണ്ട്. എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. എത്ര കരുണയുള്ള ജഡ്ജ്മെൻ്റാണ് എന്ന് നമുക്ക് തോന്നും, അല്ലേ? പക്ഷേ ആ കരുണ ആരുടെ മേലിലാണ്? വേട്ടക്കാരനുമേൽ കരുണയുള്ള വിധി പ്രസ്താവമായിട്ട് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ഈ രാത്രിയിൽ.